അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് അനന്തമായി നീളുന്നു. പീരുമേട്ടിലും ഉപ്പുതറയിലും ബ്ലോക്ക് കോർഡിനേറ്റർമാർ പരാതി നൽകി. അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, ഏലപ്പാറ എന്നീ പഞ്ചായത്തുകളിൽ മാത്രം സീസസൈറ്റ് വഴി സാധാരണക്കാർ അടച്ചത് 2 കോടിയിൽ പരം രൂപയാണ്. ഏലപ്പാറ സ്റ്റേറ്റ് കോർഡിനേറ്റർ പീരുമേട് സ്റ്റേഷനിലും ഉപ്പുതറ കോർഡിനേറ്റർ ഉപ്പുതറ സ്റ്റേഷനിലും പരാതി നൽകി. അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് അനന്തമായി ഇങ്ങനെ നീളുകയാണ്. അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, ഏലപ്പാറ പഞ്ചായത്തുകളിൽ ഓരോ കോർഡിനേറ്ററും 50 സ്കൂട്ടറിന് മുകളിൽ പണം അടച്ചിട്ടുണ്ട്. കൂടാതെ വളം, ഗൃഹോപകരണങ്ങൾ, വാട്ടർ ടാങ്ക് തുടങ്ങിയവയ്ക്കും പണം അടച്ചിട്ടുണ്ട്. തുടക്കത്തിൽ സായി ട്രസ്റ്റിന്റെ MK അനന്തകുമാർ സീഡിലുണ്ടായിരുന്നു. ഇയാൾ വഴിയായിരുന്നു CSR ഫണ്ട് വന്നിരുന്നതെന്ന് ഏലപ്പാറ കോർഡിനേറ്റർ പറയുന്നു. സീഡ് ചെയർപേഴ്സൺ മുൻ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുരേഷ്, വൈസ് ചെയർപേഴ്സൺ ഇന്ദിര K നായർ, സെക്രട്ടറി സുമ എന്നിവർ വഴിയാണ് പണം അനന്തകൃഷ്ണനിൽ എത്തിയിരുന്നത്. വാർഡ് പ്രൊമോട്ടർ, ബ്ലോക്ക് പ്രൊമോട്ടർ, ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ സെക്രട്ടറി, വൈസ് ചെയർപേഴ്സൺ എന്നിവർ ഒരു ശൃംഖലയായിരുന്നു. ഒരാൾ പണം അടച്ചാൽ ഇതിന്റെ വിഹിതം ഓരോരുത്തർക്കും ലഭിക്കും. ഏറ്റവും കുറവ് ലഭിക്കുന്നത് പ്രൊമോട്ടർക്കാണ്. ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് പ്രൊമോട്ടറും കോർഡിനേറ്ററുമാണ്. അതിനാൽ പ്രൊമോട്ടറും കോർഡിനേറ്ററും ഉപ്പുതറ, പീരുമേട് സ്റ്റേഷനുകളിൽ പരാതി നൽകി. ആദ്യഘട്ടം നമ്മൾ ഏലപ്പാറയിൽ സ്കൂട്ടി കൊടുത്തു. 15-ാം വാർഡിൽ ഒരു സ്കൂട്ടിക്ക് ആൾ വെച്ചോളൂ, ആ സ്കൂട്ടി കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഗൃഹോപകരണങ്ങൾ, വാട്ടർ ടാങ്ക്, സ്കൂട്ടി 2ാം ഘട്ടമുണ്ട്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ജൂലൈ 31 തരുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഡിസംബർ 31 പറഞ്ഞു. നാളെ ഇതുവരെ കിട്ടിയില്ല. വാർത്താ ചാനലിലൂടെയാണ് അനന്തകൃഷ്ണൻ്റെ അറസ്റ്റ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ എല്ലാവരെയും ചേർത്തു. അപ്പം നമ്മളും കൂടെ ചേർന്ന് എല്ലാവരും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാണ്. കാരണം റീഫണ്ടിന് വെക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ജില്ലാ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ റീഫണ്ടിന് ആൾക്കാർ അപേക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഒന്നിലും നമുക്ക് റീഫണ്ട് കിട്ടണം. അതല്ല എങ്കിൽ പദ്ധതി ഇവർക്ക് കൊടുക്കണം. തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, ജൈവവളം, സ്കൂൾ കിറ്റ്, ഓണക്കിറ്റ് ഇതെല്ലാം നടത്തി വിശ്വാസം നേടിയാണ് വൻതുക അനന്തകൃഷ്ണൻ കൈക്കലാക്കിയത്. ആദ്യം സാധനം വാങ്ങിയവർക്ക് 50% വിലയിൽ സീഡ് സാധനങ്ങൾ വിതരണം ചെയ്തു. വിശ്വാസ്യത നേടിയെടുക്കാൻ പഞ്ചായത്ത് അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപയാണ് അനന്തകൃഷ്ണൻ തട്ടിച്ചതെന്നാണ് വെളിച്ചത്ത് വരുന്നത്. ഇതിന് ഇടനിലക്കാരായവർ പരാതി നൽകിയെങ്കിലും വിട്ടിലാകും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.